പ്രകാരം തന്നെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും അതുപോലെ തന്നെ കല്ലേറുകളും പലതും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ പതറാതെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിച്ചു നിന്നത് പരിശുദ്ധമായ ഖുർആൻ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങയുടെ ഏറ്റവും സൽസ്വഭാവമാണ്, അങ്ങയുടെ പെരുമാറ്റമാണ്, ജനങ്ങളോടുള്ള അങ്ങയുടെ സമീപനവും സംസാരവുമാണ് അങ്ങയെ മനോഹരമായിട്ട് ആരുടെ മുമ്പിലും വഷളാക്കാതെ എല്ലാവരുടെയും മുമ്പിലും ഒരു നേതാവായിട്ട് അങ്ങയെ പ്രതിഷ്ഠിച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ മനുഷ്യരായ നമ്മുടെ ഏറ്റവും വലിയ ജീവിത മാതൃക അതായിരിക്കണം. ആ ഒരു മാതൃകയോടുകൂടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ കാലങ്ങൾ എത്ര പുതുതായാലും കാലങ്ങൾ പഴമയിലേക്ക് പോയാലും ഒരിക്കലും നമ്മൾ സമൂഹത്തിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. പലപ്പോഴും എൻ്റെ ആദർശം, എൻ്റെ ചിന്തകള്, എൻ്റെ വിചാരങ്ങള് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന് വിചാരിച്ച് പലപ്പോഴും ഞാൻ അകന്നു നിന്നേക്കാം. പക്ഷേ എൻ്റെ വിചാരങ്ങൾ, എൻ്റെ സംസാരങ്ങൾ ഞാൻ സംവദിക്കുമ്പോഴാണ് അതിനെ ഉൾക്കൊള്ളാനുള്ള ആളുകൾ എൻ്റെ മുമ്പിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെയാണ് നമ്മുടെ ബന്ധങ്ങൾ സുദൃഢമാകുന്നത് എന്നുള്ളതാണ് ഈ സാഹിത്യോത്സവം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ആയതിനാൽ ഈ ഒരു മഹത്തായ അവസരത്തിന്, ഈ ഒരു നല്ലൊരു സായാഹ്നത്തിന് നമുക്ക് പരിശുദ്ധമായ ഖുർആനെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളോട് പറഞ്ഞു വെച്ചത് ബന്ധങ്ങൾ അത് സുദൃഢമാണ്. അത് ബന്ധങ്ങളെ നിങ്ങൾ ഒരിക്കലും നശിപ്പിച്ചു കളയരുത്. ആ ബന്ധങ്ങൾ സൂക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കഴിവാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ടൂളാണ് നിങ്ങളുടെ സംസാരം എന്നുള്ളത്. നിങ്ങളുടെ സംസാരത്തിന്റെ സ്ലാങ് അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിന്റെ ഗതി ഏത് രീതിയിലാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ബന്ധങ്ങൾ അടുക്കുന്നതും വിദൂരമാകുന്നത് എന്നുള്ളത് നമ്മൾ ഇതിനോടുകൂടെ ചേർത്ത് വായിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സാഹിത്യോത്സവത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര മഹത്തായ, ഇത്ര വലിയ ഒരു പ്രമേയവുമായിട്ട് ഈ സാഹിത്യോത്സവം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഫ്രീഡം ടു എക്സ്പ്രഷൻ നമ്മൾ പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റില് ഓരോ പൗരനും അവന് അവകാശപ്പെട്ടതാണ് എന്റെ കാര്യങ്ങളെ സമർപ്പിക്കാനുള്ള, എന്റെ കാര്യങ്ങളെ പ്രകടിപ്പിക്കാനുള്ള അവകാശം എനിക്ക്. ചോയ്സ്, ഇതാണ് ഇന്നത്തെ പുതിയ മുദ്രാവാക്യം. നമ്മൾ മനസ്സിലാക്കണം, എന്റെ ശരീരം അത് എന്റെ ചോയ്സാണ്. എനിക്ക് ഏത് രീതിയിൽ അതിനെ വിനിയോഗിക്കണം എന്നുള്ളത് അത് എന്റെ ഇഷ്ടമാണ്. നിങ്ങൾ ആരും അതിന് കൈകെടുത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു അവസരത്തിന് കലയെയും സാഹിത്യത്തെയും വളരെ അധാർമികമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കലയെയും സാഹിത്യത്തെയും എന്നും ലോക ജനത പ്രശംസിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അതിനെ വളരെ വൈകൃതമാക്കിക്കൊണ്ടിരിക്കുന്ന, അധാർമികമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിന് ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതി എന്നുള്ളത് ആ രാഷ്ട്രത്തിലെ ഓരോ ജനങ്ങളുടെയും, ഓരോ മനുഷ്യന്റെയും, ഓരോ പൗരന്റെയും വിജയമാണ്, അല്ലെങ്കിൽ അവന്റെ പുരോഗതിയാണ്, അവന്റെ വളർച്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാമൂഹ്യ ശാസ്ത്രം എടുത്തു പരിശോധിച്ചാൽ ഒരു സമൂഹം ഉണ്ടാകുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. ഒരു കുടുംബം ഉണ്ടാകുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യരിലൂടെയാണ്. ഒരു സമൂഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിലൂടെയാണ് ഒരു രാഷ്ട്ര നിർമ്മാണം സാധിക്കുന്നത്. ആ രാഷ്ട്രത്തിന്റെ പുരോഗതി ആ രാജ്യത്തിലെ ഓരോ പൗരന്മാരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ പുരോഗതി എന്നുള്ളത് ആ രാഷ്ട്രത്തിലെ
പൗരന്മാര് നല്ല രീതിയിൽ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന നല്ലൊരു സമൂഹം വളർന്നു വരണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു വലിയ സങ്കല്പത്തിലാണ് 32 വർഷങ്ങൾക്ക് മുമ്പ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സാഹിത്യോത്സവം എന്നുള്ള വലിയൊരു ആശയവുമായിട്ട് സമൂഹത്തിന് മുന്നിട്ട് വന്നത്. ഈ 32 വർഷം സാഹിത്യോത്സവം സമൂഹത്തിന് എന്ത് സമ്മാനിച്ചു, എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും. ധാർമ്മിക ബോധമുള്ള, മൂല്യബോധമുള്ള ഒരുപാട് നല്ല യുവതയെ സൃഷ്ടിക്കാൻ ഈ SSF സാഹിത്യോത്സവന് സാധിച്ചിട്ടുണ്ട് എന്ന്, കലയെ, സാഹിത്യത്തെ, തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഏറ്റവും ഉന്നതമായ മഹത്തായ രീതിയിൽ പ്രകടിപ്പിക്കണം എന്നുള്ളത് സാഹിത്യോത്സവം SSF ഈ ലോകത്തിന്, ഈ രാഷ്ട്രത്തിന്, സമൂഹത്തിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. നമുക്കറിയാം, ഇന്ന് തെരുവുകളിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെ എത്തിക്കഴിഞ്ഞാലും അവിടെയൊക്കെ സാഹിത്യമുണ്ട്, ആവിഷ്കാരങ്ങളുണ്ട്. പലപ്പോഴും അത് ധാർമ്മികതക്ക്, തന്റെ സ്വന്തം മൂല്യബോധത്തിന് നിരക്കാത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്ങനെ നമുക്ക് ധാർമ്മികമായിട്ട് വിനിയോഗിക്കാമെന്ന് SSF ഈ സമൂഹത്തിന് പ്രകാശിപ്പിച്ചത്, കാണിച്ചു കൊടുത്തത്. അവിടെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ, ഈ സാഹിത്യോത്സവിന്റെ വിജയം, ഉദ്ദേശ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു അവസരത്തിൽ ദീർഘിപ്പിക്കുകയല്ല. അപ്പോൾ ഈ ഒരു വലിയ മുദ്രാവാക്യവുമായിട്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ വലിയൊരു നല്ല സൃഷ്ടിപ്പ്, സമൂഹത്തിന്റെ ഉന്നതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. മുൻഗാമികളായിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പഠനം എന്നുള്ള ആ പഠനവും നമ്മളോട് സൂചിപ്പിക്കുന്നത് സ്പീക്ക് ടു കണക്ട്. നിങ്ങൾ സംസാരിക്കൂ, അകലങ്ങളെ നിങ്ങൾക്ക് കുറയ്ക്കാം. നിങ്ങൾ മൗനിയാകുമ്പോൾ നിങ്ങളെ അടുത്തുള്ളവരെ നിങ്ങൾക്ക് അകലങ്ങളിൽ പലപ്പോഴും വിദൂരതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് സംവദിക്കണം. നമ്മുടെ കഴിവുകളെ, നമ്മുടെ ആവിഷ്കാരങ്ങളെ മൂല്യവത്തായ രീതിയിൽ ധാർമ്മികപരമായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ ലോകത്തോട്, ഈ സമൂഹത്തോട്, ഈ ജനതയോട് SSF സാഹിത്യോത്സവം നമുക്ക് പറഞ്ഞു തരുന്ന, അടിവരയിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ഇന്ന് ഈ ഡിവിഷൻ സാഹിത്യോത്സവം ഇവിടെ നടക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വചനം. അത് വിജയങ്ങൾ എന്നുള്ളത് അത് ഏറ്റവും വ്യക്തമായിട്ടുള്ള നല്ല ആവിഷ്കാരത്തിലൂടെയാണ് എന്ന് പരിശുദ്ധമായ ഖുർആന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ പരിശുദ്ധമായ ഖുർആനിക വചനത്തിന് 32ാമത് എടവണ്ണപ്പാറ ഡിവിഷൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.